ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെയിൽ ടൈഡി വയ്ക്കാൻ പോവുകയാണ്. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് ടെയിൽ ടൈഡി വയ്ക്കുന്നതെന്ന്. അത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പം ആഫ്റ്റർ മാർക്കറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ 1000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഫുൾ സെറ്റായിട്ട് കിട്ടും. അതിൽ നമ്പർ പ്ലേറ്റ് ഇൻഡിക്കേറ്ററും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് അല്ലാണ്ട് അത്യാവശ്യം ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു 4 ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് വെക്കുന്ന ഒരു രീതിയാണിത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 4 ക്ലാമ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിനി ഇളക്കിയിട്ട് വീണ്ടും വെക്കണതിനേക്കാളും നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് പുതിയതായിട്ട് ടെയിൽ ടൈഡി ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സ്റ്റോക്ക് ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ടെയിൽ ടൈഡി വയ്ക്കുന്നതുകൊണ്ട് 2 യൂസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് വണ്ടി കുറച്ച് ലുക്കായിട്ട് തോന്നും, ബാക്ക് ടയറൊക്കെ കുറച്ച് ബൾക്കി ആയിട്ട് തോന്നും, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രണ്ടാമത്തെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഒടിയാത്ത സേഫായിട്ടിരിക്കും. ഇതിങ്ങനെ തള്ളിയിരിക്കുമ്പം ഇതൊക്കെ ഒടിയാൻ ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്, അപ്പം കുറച്ചുകൂടി സേഫ്റ്റി ആയിരിക്കും. പക്ഷെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ ചെളി നല്ലോണം അടിക്കും. അത് അറിഞ്ഞുകൊണ്ട് വേണം വയ്ക്കാൻ. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പോലീസ് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടെയിൽ ടൈഡി വയ്ക്കുന്നവർ അവരവരുടെ റിസ്കിൽ വേണം വയ്ക്കാൻ. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു 4 ക്ലാമ്പാണ് ഞാനിപ്പോൾ വണ്ടിയിൽ കാണിച്ചതുപോലെ. ഒരു 2 ലെങ്തുള്ള ക്ലാമ്പും 2 ചെറിയ ക്ലാമ്പും, പിന്നെ കുറച്ച് സ്ക്രൂകളും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി വണ്ടി അഴിക്കാൻ തുടങ്ങാം. ഗൈസ്, ഇത് ഇൻഡിക്കേറ്റേഴ്സാണ്. നമ്മൾ ഈ ബ്ലാക്ക് റെഡ് വയർ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ഈ നമ്പർ ബോർഡിൻ്റെ അവിടുത്തെ ഈ പാർക്ക് ലൈറ്റിൻ്റെയാണ്. സെക്കൻഡ്, ഈ ഒരു ഗ്രീനും ഈ ഒരു ആഷ് കളറും ബോത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ. ഇത് നമ്മളെ ബ്രേക്ക് ലൈറ്റിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് സംഭവം. ഇത് നമ്മൾ മാറ്റിയത് കൊണ്ട് 2 യൂസ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വണ്ടിയുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2 കിലോ അടുപ്പിച്ച് വരും ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇത്ര നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വണ്ടിയിൽ വെയിറ്റും കുറയും. രണ്ടാമത് നമ്മളെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും സേഫ് ആയിരിക്കും. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലുക്കായിരിക്കും വണ്ടി. ഇത് ഇളക്കി കഴിയുമ്പോൾ നമുക്കിവിടെ 4 സ്ക്രൂസിൻ്റെ ഹോൾ കാണാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ഈ വയറിങ് സാധനങ്ങളെല്ലാം ഉള്ളിലോട്ട് പോകുന്ന ഒരു സെക്ഷനാണിത്. നമുക്കിത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, നമ്മൾ ടെയിൽ ടൈഡി വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ബാക്കിൽ ചെളി അടിക്കും. അപ്പോൾ ഈ സ്ക്രൂസ് എല്ലാം നമ്മൾ അടച്ചില്ലെങ്കിൽ, ഈ ഒരു ഹോൾസ് അടച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം, ഇതുവഴി ചെളി കയറിയിട്ട് നമ്മൾ ഉള്ളിൽ ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിലും എയർ ഫിൽറ്റർ, ഇതൊക്കെ എയർ ഫിൽറ്റർ ഇൻടേക്കാണ്. അപ്പോൾ അതിലെല്ലാം നമ്മളെ മഡും കാര്യങ്ങളും ചെളി വെള്ളമൊക്കെ കയറും. അതുകൊണ്ട് അതെല്ലാം അടച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്ക്രൂ അടച്ചു കൊടുക്കാം. നമ്മൾ 2 ഹോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ 2 ഹോൾസിലാണ് നമ്മൾ ഈ ഒരു ടെയിൽ ടൈഡി മെയിനായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ ഒരു ഹോളിൽ കൂടെയാണ് നമ്മൾ വയറും കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് ഇടുന്നത്. അപ്പം ബാക്കി സ്പേസ് ഇവിടെ എന്തെങ്കിലും ടാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതുവഴി നമ്മളെ ഈ ചെളിയും വെള്ളവും എല്ലാം കൂടെ വണ്ടിയുടെ അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് നമ്മളെ നമ്പർ പ്ലേറ്റും ഇൻഡിക്കേറ്ററും റിമൂവ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ
പുതിയ നമ്മൾ വാങ്ങിയ ക്ലാമ്പിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോകും. few moments later. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഫോം ഉണ്ടാക്കണം. അതായത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അതായത് 2 വലിയ എൽ ക്ലാമ്പ്, 2 ചെറിയ എൽ ക്ലാമ്പ്, പിന്നെ നമ്മളെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു വലിയൊരു പീസ്. ഇത് ഇത്രയും വെച്ചിട്ട് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് നമ്പർ ബോർഡ് ഫിറ്റ് ചെയ്യാം. നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 സൈഡിൽ ഈ 2 ചെറിയ ക്ലാമ്പിലായിട്ട് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു 2 സ്ക്രൂസ് നമ്മളെ മുകളിൽ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനാണ് നമ്മൾ 1000 രൂപ മുടക്കി വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെയിൽ ടെഡി റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു സെറ്റപ്പിലാണ് നമ്മളെ വണ്ടിയുടെ അടിഭാഗത്ത് വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കണക്ഷൻസ് ഉള്ളിലോട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ വേറെ നട്ടും കാര്യങ്ങളൊന്നും വെളിയിൽ വരില്ല. പക്ഷേ ഇതിൽ നമുക്ക് ബോക്സ് അല്ലാത്തതുകൊണ്ട് ഇവിടെ നട്ട് 2 സൈഡ് കാണാൻ പറ്റും. എന്നാലും പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എത്ര രൂപയാടാ? ഇപ്പോൾ 100 രൂപ. 100 രൂപ വരെ ക്ലാമ്പ്. 100 രൂപ വരെ ക്ലാമ്പാണ് ആകെ വരുന്ന ചിലവ്. നിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് റെഡിയാക്കാം. നിന്റെ വണ്ടി എടുത്തോണ്ട് റെഡിയാക്കാം. നിന്റെ ഏത് വണ്ടി? KTM ആണോ? പാട്ട് കേൾക്കണ വണ്ടിയാ. അപ്പം ഇതിൽ ഇനി നമ്മൾ ഇവിടെ താഴത്തെ 4 സ്ക്രൂ എടുത്തു. ഇതിൽ ഈ 2 സ്ക്രൂവിലാണ് നമ്മളെ ടെയിൽ ടൈഡ് വരുന്നത്. അപ്പോൾ അടുത്ത് ഈ ഒരു ഹോള് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇടയ്ക്ക് എന്തെങ്കിലും സ്റ്റിക്കറോ എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതുവഴി ചെളി വെള്ളം കാര്യങ്ങളൊക്കെ അകത്ത് വന്നാൽ പ്രശ്നം ഉണ്ടാവും.
അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ. ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ.